വാക്ക് പാലിക്കാതെ VS അച്യുതാനന്ദൻ. കഴിഞ്ഞ ദിവസമായിരുന്നു കേരളം കണ്ട വിപ്ലവകാരിക്ക് 100 വയസ്സ് തികഞ്ഞത്. പുന്നപ്ര വയലാറിലും പിന്നീട് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലും ധീരവിപ്ലവ സ്മരണകളാണ് VS എന്ന രണ്ടക്ഷരം പകർന്നു നൽകുന്നത്. പാർട്ടി പലപ്പോഴും VSനെ തള്ളിപ്പറയുകയും അകറ്റി നിർത്തുകയും ചെയ്തിരുന്നുവെങ്കിലും VSന് ജനം നൽകിയ സ്നേഹവും വിശ്വാസവും കരുതലും രാഷ്ട്രീയത്തിനും അപ്പുറമായി. VS എന്ന വിപ്ലവകാരി അത്രത്തോളം ജനമനസ്സുകളിൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ രാഷ്ട്രീയ നേതാവ് തന്നെയായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ VS പലപ്പോഴും മൗനത്തിൻ്റെ വക്കുകളിലേക്ക് ആണ്ടുപോയതും കേരളം കണ്ടതാണ്. അതിലേറെ പ്രാധാന്യമുള്ള ഒന്നുണ്ട്. കേരളത്തിലുള്ള ആരും അത് മറക്കാനും ഇടയില്ല. പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്ന വേളയിൽ അദ്ദേഹം സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പല്ലും നഖവും ഉപയോഗിച്ചാണ് യുദ്ധസമാനമായ രംഗത്തേക്കിറങ്ങിയത്. പെൺപിളയൊരുമ എന്ന പേരിൽ 2016 മൂന്നാറിൽ തേയിലത്തൊഴിലാളികൾ വേതന വർധനവിനായി നടത്തിയ സമരമുഖത്തും VS എന്ന നേതാവ് 93 വയസ്സിലും ഊർജ്ജസ്വലനായി നിലകൊണ്ടു. മൂന്നാർ മേഖലകളിലെ അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ ബുൾഡോസറുമായി തന്റെ ആജ്ഞാനുവർത്തികളെ പറഞ്ഞയക്കുമ്പോഴും VS എന്ന ജനകീയ നേതാവിന്റെ ജനകീയ മുഖം തന്നെയാണ് കേരളം കണ്ടത്. അതുതന്നെയാണ് VSനെ കൂടുതൽ ജനങ്ങളിലേക്ക് അടുപ്പിച്ചത്. പക്ഷേ എല്ലായിടത്തും VSന് എതിരാളി ചോരയും നീരും നൽകി വളർത്തിയെടുത്ത ആ പാർട്ടി തന്നെയായിരുന്നു. അതുമല്ലെങ്കിൽ തനിക്ക് പിൻഗാമികളായി പാർട്ടിയെ കരുത്തിൽ നിന്നും കരുത്തിലേക്ക് നയിക്കാൻ എത്തിയവർ തന്നെയായിരുന്നു എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. VS നടത്തിയ പരിശ്രമങ്ങളെ ഒറ്റയായും കൂട്ടായും പ്രതിരോധിക്കാൻ പിണറായി വിജയൻ അടക്കമുള്ള ഔദ്യോഗിക പക്ഷം ശ്രമിച്ചപ്പോൾ VS അക്ഷരാർത്ഥത്തിൽ നിരായുധനായി മാറുകയായിരുന്നു. പക്ഷെ അപ്പോഴും ഒന്നു മാത്രം VSൽ നിന്ന് ജനം പ്രതീക്ഷിച്ചു, ഒരു പേര്. പ്രതിപക്ഷ നേതാവിന്റെ തീപ്പൊരി പ്രസംഗങ്ങളിലും പ്രതികരണങ്ങളിലും ഒളിപ്പിച്ചു വെച്ച VIP പേര്. പക്ഷേ അധികാരമേറ്റിട്ടും അവിടെ നിന്നിറങ്ങി ജനങ്ങൾക്കിടയിലേക്ക് എത്തിയപ്പോഴും VS എന്ന വിപ്ലവകാരി മലയാളികളോട് ആ പേര് മാത്രം പറയാൻ മറന്നുപോയി. 100ന്റെ അഭിവാദ്യങ്ങൾ സ്വീകരിച്ച് കിടക്കയിൽ ജീവിക്കുന്ന വിപ്ലവകാരി എന്തുകൊണ്ടാണ് ആ പേര് മാത്രം ഇത്രയും കാലം ജനത്തിൽ നിന്ന് മറച്ചു വയ്ക്കുന്നത്? തീർച്ചയായും തന്നെ ഒതുക്കിയവരുടെ പേരുകളായിരിക്കാം VS ഇപ്പോഴും മറച്ചു പിടിക്കുന്നത്. ഇനിയൊരു അവസരം ഇനി കിട്ടുകയുമില്ല. ഓർമ്മകളെല്ലാം അസ്തമിച്ചിരിക്കുന്ന VS എന്ന വിപ്ലവകാരി ചെയ്യാൻ പാടില്ലാത്തത് തന്നെയാണ് ചെയ്തത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ICUവിൽ ഒരു മകൾക്ക് ജന്മം നൽകി ഭൂമി വിട്ടുപോയ ഷാരി S നായർ എന്ന പെൺകുട്ടി ഇന്നും മലയാളിയുടെ മനസ്സിലെ നീറുന്ന ഒരു ഓർമ്മയായി തന്നെ അവശേഷിക്കുകയാണ്. അന്ന് പ്രതിപക്ഷത്തിരുന്ന VS അച്യുതാനന്ദൻ ഷാരിയെ ആശുപത്രിയിലെത്തി കണ്ടിരുന്നു. അന്ന് പക്ഷേ VS നടത്തിയ വെളിപ്പെടുത്തൽ കേരളത്തിലുള്ള ആരും മറക്കാനിടയില്ല. ആശുപത്രിയിൽ ഷാരി കഴിയുന്ന വേളയിൽ അവിടെ എത്തിയ ഒരു VIPയെ കണ്ട് ഭയപ്പെട്ടു വന്നായിരുന്നു ആ വെളിപ്പെടുത്തൽ. ഒരിക്കൽ അത് പുറത്ത് തുറന്നു പറയുമെന്ന് തന്നെ വിപ്ലവത്തിന്റെ തീജ്വാല ഉയർത്തിക്കൊണ്ട് VS മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. തുടർന്ന് ആഭ്യന്തരമില്ലാത്ത മുഖ്യമന്ത്രിയായി VS അവരോധിക്കപ്പെട്ടപ്പോൾ കേരളം VSൽ നിന്ന് പ്രതീക്ഷിച്ചത് അതേ VIPയുടെ പേര് വെളിപ്പെടുത്തുന്ന വാക്കുകളായിരുന്നു. പക്ഷേ അത് സംഭവിച്ചില്ല. ഷാരിയുടെ മരണത്തിന് 10 വർഷങ്ങൾക്ക് ശേഷവും അതിലെ പ്രതികൾക്കുള്ള 10 വർഷത്തെ ശിക്ഷ അവസാനിക്കാൻ ഇനിയും ഏതാനും വർഷങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴും VS പക്ഷേ മൗനിയായി തന്നെ തുടർന്നു. അത്രത്തോളം VS എന്ന ജനനായകനെ നിശബ്ദനാക്കാൻ ഇവിടുത്തെ CPM നേതാക്കൾക്ക് കഴിഞ്ഞു എന്ന് പറയുന്നതാകും ശരി. പുന്നപ്രയിലും വയലാറിലും VS നടത്തിയ സമരങ്ങളെക്കാൾ തീഷ്ണവും ശക്തവുമായിരുന്നു പാർട്ടിക്കുള്ളിൽ VS നടത്തിയ ഒറ്റയാൾ പോരാട്ടങ്ങൾ. വിശ്വസിച്ചിരുന്നവർ പോലും പാലം വലിച്ചപ്പോഴും താൻ ഉയർത്തിയ ആരോപണങ്ങൾക്കെതിരെ ജനകീയനാകാൻ ശ്രമിച്ചപ്പോഴും VSനെ ഇപ്പോഴത്തെ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ ഒരു ഓമന പേരിട്ടാണ് വിളിച്ചത്, ഒറ്റുകാരൻ. ഇപ്പോൾ VSനോട് കാട്ടുന്ന സ്നേഹത്തിന്റെ വാക്കുകൾ കാണുമ്പോൾ, കപടമായ ആരാധനകൾ കാണുമ്പോൾ രാഷ്ട്രീയത്തോട് തന്നെ പുച്ഛം തോന്നിപ്പോവുകയാണ്. പാർട്ടി VSനോട് കാട്ടിയതിന്റെ അനുരണനങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല. പാലക്കാട് മുണ്ടൂരിൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫായി സേവനമനുഷ്ഠിച്ചിരുന്ന PA സുരേഷിനോട് കാട്ടിയ അവഗണന തന്നെ ഉദാഹരണമായി പറയാം. മുണ്ടൂരിലെ ഇടതുപക്ഷ സംഘടന VSന്റെ 100ാം പിറന്നാൾ ആഘോഷത്തിൽ സുരേഷിനെ ക്ഷണിക്കുകയും അദ്ദേഹത്തിന്റെ പേരുൾപ്പെടെ നോട്ടീസ് ഇറക്കുകയും ചെയ്തിരുന്നതാണ്. തുടർന്ന് പാലക്കാട് പാർട്ടി നേതൃത്വം അതിലിടപെട്ട് അതിൽ നിന്ന് സുരേഷിനെ ഒഴിവാക്കുകയും ചെയ്തത് വാർത്തയായി മാറിയിരുന്നു. 1.5 പതിറ്റാണ്ടോളമാണ് PA സുരേഷ് VSനൊപ്പം ജോലി ചെയ്തിരുന്നത്. ഇപ്പോഴും VS അച്യുതാനന്ദൻ പാർട്ടിക്ക് അനഭിമതനായി തന്നെ തുടരുകയാണ്.